എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിലെ നല്ല ഡൗണിലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം പോലും ഒരു ഇത് വന്നില്ല, എന്താ പറയുന്ന ഒരു കവറിങ് വന്നില്ല. പിന്നെയും കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിൽ തന്നെ പോയായിരുന്നു. വേൾഡ് മാർക്കറ്റ് മൊത്തം വീക്കായിരുന്നു. ഇപ്പോഴും US മാർക്കറ്റൊക്കെ ഡൗണിലാണ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ഡൗൺ ഓപ്പണിംഗ് വന്ന് ഡൗണിലോട്ട് തന്നെ പോയായിരുന്നു. ഒരു പ്രാവശ്യം പോലും കവറിങ്ങിനുള്ള ചാൻസ് കാണിച്ചില്ല മാർക്കറ്റ്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് രീതിയിൽ നമുക്ക് ഫ്ലാറ്റ് മാർക്കറ്റോ പ്ലസ് മാർക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഒരു 10-50 പോയിൻ്റൊക്കെ മൈനസിലുള്ള മാർക്കറ്റ് ഓപ്പണിങ്ങിലെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ചാൻസുകൾ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേങ്കിൽ നല്ല രീതിയിൽ 150-100 മുകളിലോട്ടൊക്കെ പോയിൻ്റ് നിഫ്റ്റി ഡൗൺ ആകുമ്പോൾ നമുക്ക് ചാൻസസ് കുറവായിരിക്കും കിട്ടുന്നത്. എന്നാലും നമ്മളെടുത്ത ഷെയറിൽ നമുക്കൊരു 5-6 ഷെയറിൽ നല്ല രീതിയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കാണിക്കാം. അപ്പോൾ നമുക്ക് നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നമുക്ക് നോക്കാം. നാളത്തെ നമ്മൾ 15 ഷെയറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ 15 ഷെയറിൽ നമുക്ക് ഏറ്റവും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ വന്നിട്ട് ഈ ഹിൻഡാൽകോ ചാൻസ് നോക്കാം. ഹിൻഡാൽകോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ R1 റേഞ്ചിലൊക്കെ വന്നിട്ട് ഓപ്പണിങ്ങിൽ തന്നെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 രൂപ മിനിമം ഒരു പ്രോഫിറ്റ് കാണിക്കത്തക്ക രീതിയിൽ മൂവ്മെൻറ്റ് താഴോട്ട് തരുമെന്നാണ് തോന്നുന്നത്. അതുപോലെ സെൻഗോ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 റേഞ്ചിൽ നിന്ന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ പരസ് ഡിഫൻസ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ ലെവലും പ്രതീക്ഷിക്കാം. നാളെ ഈ R2 ലെവലും നമുക്ക് പ്രതീക്ഷിക്കാം. അഥവാ ഈ R2 വന്നിട്ടിറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് ഇതിനകത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാംകി എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. R1 മുകളിൽ പോയിട്ട് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഒരു 540 പോയിട്ട് 537 റേഞ്ചിൽ കട്ട് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ADPR എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ ഇത് 700 മുകളിൽ പോയതിന് ശേഷം ഈ 694 കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ നമുക്ക് നല്ല ട്രേഡ് എടുക്കാം. അതല്ല എങ്കിൽ ഈ 710 മുകളിൽ പോയതിന് ശേഷം ഈ 709 താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സുമിക്കം ഇന്നലെ ഞാൻ ബൈയിങ് ആയിരുന്നു പറഞ്ഞത്. താഴെ ഓപ്പണിങ് വരുവാണെങ്കിൽ ഞാനൊരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ആ റേഞ്ചിൽ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ നല്ല രീതിയിൽ കയറിപ്പോയി. പക്ഷേങ്കിൽ മുകളിലത്തെ R1 ലെവലുകളൊക്കെ വന്നപ്പോൾ നമുക്ക് ചെറിയ ചാൻസുകൾ തന്നിട്ടുണ്ട്. 5 രൂപ 6 രൂപ ചാൻസ് നമുക്ക് 2-3 പ്രാവശ്യം തന്നിട്ടുണ്ട്. ഈ ഷെയറിനകത്ത് നാളെ ഈ ഷെയർ 500 മുകളിൽ പോയിട്ട് 498 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് എടുക്കാം. അതല്ല R1 മുകളിൽ പോയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. R1 മുകളിൽ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ കിട്ടണം. ഓപ്പണിങ്ങിൽ ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് 508, 515 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാൻ. ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് ആയി കയറി പോകണമെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പിന്നെയും കുറച്ചുകൂടെയൊക്കെ കയറാം. സെഞ്ചുറി എൻക എന്ന് പറയുന്ന ഷെയർ അത് നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ നമുക്ക് ലെവലുകൾ വന്നിട്ട് ഇറങ്ങുമ്പോൾ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയറുകൾ വേറെ ഈ മസ്ഡോക്ക് ഇന്ന് നല്ല റിസൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഹൈയിലാണ്. ഹൈ വന്നിട്ട് ഓൾ ടൈം ഹൈ ആണ് ഈ 3403.95 എന്ന് പറയുന്നത്. നാളെ ഈ ഷെയർ അഥവാ ഇതിന് മുകളിലോട്ട് ട്രേഡായി ചിലപ്പോൾ ഈ ലെവലൊക്കെ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ 3500 മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല സൂപ്പർ ചാൻസ് ആയിരിക്കും. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ 3530-40 പോയിട്ട് 3515 കട്ട് ചെയ്തെങ്കിൽ താഴോട്ട് നല്ലൊരു ചാൻസ്. നല്ലതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇറങ്ങുന്നില്ല. ഇവിടുന്ന് 3500 ചിലപ്പോൾ 3400 താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തിത്താഗ്രായം നോക്കി ചെയ്യുക. ഒന്നുകിൽ നമുക്ക് മാർക്കറ്റ് വീക്കാണെങ്കിൽ ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പ്രീവിയസ് ഡേ ഹൈ അതായത് 1513 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ഇത്രയും വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ 1500 റേഞ്ചിലോട്ട് പോകാനൊരു ചാൻസ് മനസ്സിൽ തോന്നുന്നു.
അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ലെവൽ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ക്യാമ്പസ് എന്ന് പറയുന്ന ഷെയർ നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് ഈ ഷെയർ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലായിരുന്നു. പക്ഷേ ഇപ്പം റിസൾട്ട് നല്ലതായതിൻ്റെ പേരിൽ ഇതൊന്ന് കയറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ കമ്പനിയുടെ ഒരു പെർഫോമൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം റിസൾട്ട് കൊള്ളാമെങ്കിലും ഫ്യൂച്ചറിലോട്ട് എത്ര വർക്കാവുമെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ചാൻസ് ഈ 300 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ അടുത്ത ലെവൽ 313 ഈ ലെവലിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും. ബാൽ ഫാർമ ശ്രദ്ധിക്കുക. ഓപ്പണിങ്ങിൽ ഈ R2 റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നല്ലതായിരിക്കും. ഇവിടെ എങ്ങും എടുക്കണ്ട. R2 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇവിടെ ഈ ലെവലിൽ നിന്ന് എടുക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാം. അതുപോലെ ഐസ് മേക്ക് എന്ന് പറയുന്ന ഈ ഷെയറും ഇത് രണ്ടും 20% അടുത്താണ്. അപ്പോൾ 20% ലോക്കാണ്. അപ്പം ഇതിനകത്ത് 700 റേഞ്ചിൽ നിന്നൊക്കെ അടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. 651 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷെയറിൻ്റെ ലെവലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി പറയാത്ത കുറേ ഷെയറുണ്ട്. ഈ സെഞ്ചുറി, എൻക, ആരോ ഗ്രീൻ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ R1 R2 ഏത് ലെവലിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് ആ ലെവലിൽ നമ്മൾ എൻട്രി എടുക്കുക. അന്നേരം വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. സിമ്പിളായിട്ടുള്ള കാര്യം. പക്ഷേങ്കിൽ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരേ സമയം 3-4 ഷെയർ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ നല്ലതായിട്ട് മൂവ്മെൻറ്റ് കിട്ടുന്ന ഷെയർ നമുക്ക് എൻട്രി കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ പ്രോബ്ലം വരും. അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളത് സെറ്റാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർ ഇപ്പോൾ നമ്മൾ 14 ഷെയർ എടുത്തില്ല, ഒരു 5 ഷെയറിനടുത്ത് നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുള്ളൂ. കുറച്ച് ഷെയർ അത് ഏതൊക്കെ ഷെയറാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഗോകുൽ അഗ്രോ എന്ന് പറഞ്ഞ ഗോകുൽ അഗ്രോ ഓപ്പണിങ്ങിൽ ഇവിടെ നമുക്ക് ഈ സീപ്പർ ഹൈഡ് ചെയ്യാൻ കാണാം. അത് R1 മുകളിൽ പോയി. ഓപ്പൺ ഇവിടെ വന്നു, R1 മുകളിൽ പോയി തിരിച്ച് R1 താഴോട്ടിറങ്ങി. നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുത്താൽ 163.5 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 158.5 റേഞ്ചിലിട്ട് ഒരു 3-4 രൂപ നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്. വീണ്ടും അതിവിടെ പ്രാവശ്യം വീണ്ടും വന്ന് ടച്ച് ചെയ്ത് വീണ്ടും അത് ഇറങ്ങി താഴെ പോയി 358 റേഞ്ചിൽ പോകണം. 2 പ്രാവശ്യം ഒരു 5 രൂപ 5 രൂപ വെച്ച്, അതായത് 10 രൂപ ചാൻസ് കിട്ടിയായിരുന്നു അതിനകത്ത്. അതുപോലെ LFIC എന്ന് പറഞ്ഞ ലക്ഷ്മി ഫൈനാൻസ്, ഇതും ഇത് കണ്ടില്ലേ, ഇവിടെ കട്ട് ചെയ്തു R1 മുകളിൽ പോയി തിരിച്ചാൽ നമുക്കിവിടെ എൻട്രി എടുത്താൽ 236 എൻട്രി എടുത്ത് 133 വരുന്നുണ്ട്. വീണ്ടും പക്ഷേ ഹൈയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഹൈ കട്ട് ചെയ്യുന്നില്ല. വീണ്ടും തിരിച്ച് 230 നമ്മൾ എൻട്രി എടുക്കുന്നത് 236 റേഞ്ചിലെടുത്താൽ നമുക്കൊരു 6 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഹിന്ദ് ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നൊരു ഷെയർ, ഹിന്ദ് ഓയിൽ എക്സ്പ്ലോറേഷൻ ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയി, പക്ഷേ R2 പോയില്ല. തിരിച്ച് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക 201 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 195 വരെ. അതിനകത്ത് 6 രൂപ ചെറിയ ഷെയർ ആയതുകൊണ്ട് 6 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു 3% അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുക, നല്ല ഒരു പ്രോഫിറ്റ് തന്നെയാണത്. അതുപോലെ ഗ്ലെൻമാർക്ക് എന്ന് പറഞ്ഞത്, ഗ്ലെൻമാർക്കിനകത്ത് 2-3 പ്രാവശ്യം ചാൻസ് വന്നു, പക്ഷേ ലാസ്റ്റിൽ അത് കയറിപ്പോയി. എൻ്റെ ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടെ ഇറങ്ങും. 1175 ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് 1165 10 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങും. 76 വീണ്ടും എൻട്രി എടുത്ത് നമുക്ക് 71 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 2 പ്രാവശ്യം ചെറിയ പ്രോഫിറ്റേ ഉള്ളത്, അതൊരു പ്രോഫിറ്റായിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ അരവിന്ദിനകത്തൊക്കെ ചെറിയ ചാൻസ് ആയിരുന്നു. അരവിന്ദ് കൺട്രോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ ചാൻസ് ഉണ്ടായിരുന്നു, അതൊന്നും നോക്കിയില്ല. അതൊക്കെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഓൾറെഡി ഡൗണിലാണ്. നമുക്ക് അന്നേരം ഡൗണിൽ പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന പേടിയാണ്. അപ്പോൾ
ഇത്രയൊക്കെയുള്ളായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നാളെ എല്ലാവർക്കും, നാളെ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇച്ചിരി വീക്കാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഇലക്ഷൻ്റെ ഒരു ഇതിന് വെച്ചിട്ട് ചിലപ്പോൾ താഴ്പ്പാലും തിരിച്ച് കയറി വരും. എന്തായാലും നോക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.